സോ ഗായ്സ് ഞാനിതാ ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ എൻ്റെ റൂമാണിത്. ഇതാ ഞാൻ കാണിച്ചു തരാം. വലിയ അടിപൊളിയൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ബെഡ്റൂം. പിന്നെ വർക്ക് ചെയ്യാത്തൊരു AC ഉണ്ട്. വർക്ക് ചെയ്യില്ല. ഇവർ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്യുമെന്നാണ്. പിന്നെ ഇപ്പം എന്താ ബാത്റൂമും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു ദിവസത്തേക്ക് 1250 ഉള്ളത്. 2 ദിവസത്തേക്ക് 2500 എൻ്റെ അടുത്ത് വാങ്ങിയത്. കുഴപ്പമില്ലാത്തൊരു സ്ഥലം, ഉപയോഗിക്കാം. ഇനി ഞാൻ പുറത്തേക്ക് പോട്ടെ. ഇവിടെ നിന്ന് ഞാനിപ്പോൾ പുറത്തേക്ക് പോട്ടെ. പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് നോക്കട്ടെ. ഇനി അടുത്ത കാര്യം ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഫ്രഷായി. ഇനി ഫ്രഷായിട്ടൊന്ന് പുറത്തേക്കണം. ഓക്കെ. നിൽക്കുന്ന സ്ഥലം ഇവിടെ ഫുള്ളും അങ്ങനത്തെ ഫ്ലാറ്റുകൾ, റൂമുകളാണ്. ഇവിടെ മൊത്തം ഈ സ്ട്രീറ്റ് മൊത്തം ചർച്ച് സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഫുള്ളും എന്താ പറയുക, ഫുള്ള് ഫ്ലാറ്റാണ്. കുറേ ആൾക്കാർ താമസിക്കുന്നത്. മൊത്തം ആ തറ്റം തൊട്ടിട്ട് പിന്നെതാ അപ്പുറത്തെ തറ്റം വരെ മൊത്തം ആൾക്കാരാണ്. ഞാനിപ്പോൾ QD എന്ന് പറഞ്ഞ ഹോട്ടലിലാട്ടോ ഫുഡ് കഴിക്കാവുന്ന വലിയൊരു റെസ്റ്റോറൻറ്റ്. അതിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ആയിട്ടാണുള്ള ഫുള്ള് സെറ്റപ്പ് ആട്ടോ. ഫുഡ് എത്തിയിട്ട് ബാക്കി എന്താ വെച്ചാൽ കാണിച്ചു തരാം. ഞാനൊരു ബിരിയാണിയാണ് പറഞ്ഞത്. ഫസ്റ്റ് ഡ്രിങ്ക് വന്നു കേട്ടോ. കൊക്കക്കോളയാണ് ഓർഡർ ചെയ്തത്. ചെറിയൊരു കോള. ബാക്കിയുള്ളത് നല്ല പ്രൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കോള മാത്രം ഓർഡർ ചെയ്തു. തണുത്തൊരു കോള, ചൂടത്ത് കുടിക്കാൻ വേണ്ടി മാത്രം. ഞാൻ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. ബട്ടർ ചിക്കൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം കൂട്ടാനുള്ള സാധനങ്ങൾ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഞാൻ ടേസ്റ്റിൻ്റെ പറയാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് സ്പൈസി ആണെന്നേ ഉള്ളൂ. പിന്നെ ഈ തൈരും കൂട്ടി വെക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത്. ഒരാൾക്ക് പള്ള അറിയാനുള്ള മൊത്തമുണ്ട്. ഫുഡ് കഴിച്ച് വന്ന് ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ. അപ്പോൾ സ്ഥലത്ത് കണ്ടപ്പോൾ മൊത്തം ബ്ലോക്കായി. ഡൽഹി എന്ന് പറയുന്നത് തന്നെ ഫുള്ളും ബ്ലോക്കാണ്. ഇതാണ്ട മൊത്തം ആൾക്കാരാണ്. സൗത്ത് സൈഡിൽ ആള് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഫുഡ് കഴിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ വൈകുന്നേരമല്ലേ പുറത്തേക്ക് പോയത്. ഇവിടെ ആണെങ്കിൽ മൊത്തം ബ്ലോക്കാണ്. രണ്ട് ടിക്കറ്റ് എടുത്തതാണ്. ഇത് ഒന്ന് ഹുമയൂൺസ് ടൂംബിലേക്കും പിന്നെ അവിടുത്തെ മ്യൂസിയത്തിലേക്കുമാണ് എടുത്തത്. അതിവിടെ ഒന്നിന് 90 അല്ല, ഒന്നിന് 40 50 വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ 90 രൂപ വെച്ചിട്ടാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ നഴ്സറി എന്നാണ് പറഞ്ഞത്. പിന്നെ ടൂംബ് ഇങ്ങോട്ട് അറിയില്ല. മ്യൂസിയത്തിലെ ഫസ്റ്റ് പോയി നോക്കാം. മ്യൂസിയം എവിടെയാണെന്ന് നോക്കട്ടെ. മ്യൂസിയത്തിലേക്ക് ഫസ്റ്റ് പോവാം. മ്യൂസിയം അങ്ങോട്ടേക്കാണ് കാണിക്കണം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി വൈബാണ്. ഫുള്ള് ഗ്രീനറി ആയിട്ട് നടക്കുന്നത്. ഫസ്റ്റ് മ്യൂസിയത്തിൻ്റെ എൻട്രി നോക്കാം. വരുമ്പോൾ തന്നെ ഉള്ളതാണ് അങ്ങനത്താണ്. ഇവിടുത്തെ പണ്ടത്തെ തൂമ്പിൻ്റെ ഓരോ കൊട്ടാരങ്ങളെ ഓരോ സ്റ്റൈലാണ് ആകൃതിയിൽ. ഇതാണ് ഇവിടെ മൊത്തത്തിൽ സ്റ്റൈൽ വരുന്നത്. ഫുള്ള് സ്റ്റോറി വരുന്നത് അങ്ങനെയാണ്. 2500 ഇയേഴ്സ് ഓഫ് ഡൽഹീൻ്റെ സ്റ്റോറി. ട്രയാങ്കിൾ ബോർഡർ, ഏത് കൊല്ലം ആരൊക്കെ ഭരിച്ചെന്നുള്ള
ഇന്ന് ഉപയോഗിച്ച ആർട്ടിഫാക്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പിന്നെ ഈ ഗ്ലോബിന് എന്തൊക്കെയോ ഇതുണ്ട്, സാൻസ്ക്രിറ്റിൽ എഴുതിയ സംഭവങ്ങൾ കാണുന്ന ഇതിൽ പറയുന്നത്. When human temple is during he ordered celestial sphere. 1222 സ്റ്റാർസിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അന്നത്തെ ഓരോ വിളക്കും പോട്ടുകളാണ്. നല്ല രസമുണ്ട് കാണാം. 1545 കാലഘട്ടങ്ങളിലെ സാധനങ്ങൾ. പിന്നെ ഇതിലാണ് കേട്ടോ വെള്ളം കൊണ്ടുപോയത്. ഇവർ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിച്ചത് ഈ ഇതിലാണ്. ഇതിൽ മൊത്തം വെള്ളം നിറച്ചിട്ടാണ് ഇവർ കൊണ്ടുപോയത് മറ്റുള്ളവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. നിസാം എന്നാണ് ഇതിനത്, വാട്ടർ കാരിയർ നിസാം. ഷേർഖാൻ എന്താ ഇതാണ് പുറാന കില. പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ ആട്ടോ ഇത്. ഷേർഖാൻ വെസ്റ്റേൺ എൻട്രൻസ് ഓഫ് സ്ഫിയർ ഷേർ ഷാ ഫോട്ടോൻ്റെ കേട്ടോ അത്. ഷേർ ഷാ അപ്പോൾ ഒരു പിക്ചറാണ്. പിന്നെ അതിൻ്റെ മൊത്തം ഒരു ഭൂപടം. ഇതാണ് ആ ടൂമ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭൂപടം. ടൈൽസ് ആണ് കേട്ടോ, മുഗൾ ടൈൽസ്. അന്നത്തെ കാലത്ത് 1542 കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഉപയോഗിച്ചിരുന്ന ടൈൽസ്. ഈ ആഗ്ര ആ ഉണ്ടായ ടൈമിൽ ചെയ്തതാണിത്. നീലി ഛത്രി ഡൽഹി. ഇത് മൊത്തം മാർബിളിലോണ്ട് ഉണ്ടാക്കിയ കേട്ടോ. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഫുള്ള് മാർബിളിലോണ്ട് കൊത്തി ഉണ്ടാക്കിയ സാധനം. 1500 BC ആ ടൈമിൽ ഉണ്ടാക്കിയ സാധനമാണ്. നല്ല രസമുണ്ട്, സിമ്പിളായിട്ടുള്ള ഒന്ന്. കുറച്ച് പെയിൻറ്റിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ട്. ചെറുക്കെ മാഞ്ഞു വയ്ക്കണം. അന്ന് രാജാവ് ഇരുന്ന കസേര. പിന്നെ ഓരോ കാലവും ഓരോ ഭരണകൂടം വന്നതിനാണ്. പ്രിൻസസ് ജഹാനാര, അന്ന് ഉപയോഗിച്ച കോയിൻസ് ആണ് കേട്ടോ അത് മൊത്തം. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ ഓരോ കോയിൻസ്. അന്ന് ആ കാലഘട്ടത്തിൽ ആരൊക്കെ ഭരിച്ചു എന്നുള്ളതും അവിടെ എംപറർ ഷാ അലാം, എംപറർ ജഹാംഗീർ ഷാ, ഫറൂഖ് ഷാർ, ലാസ്റ്റ് ബഹദൂർ ഷാ ജാഫർ. CE 1837 തൊട്ടിട്ട് 57 വരെയാണ് ലാസ്റ്റ് ഭരിച്ചത്. തുടക്കം എന്ന് വെച്ചാൽ ബാബുർ ഷാ ആണ് ഫസ്റ്റ് ഭരിക്കാൻ തുടങ്ങിയത്. CE ക്രൈസ്റ്റ് അറിയാല. അന്നത്തെ സോഡ്സ് നോക്കിയേ. ഇതൊക്കെ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. ഫുള്ള് എൻഡിലെടുക്കുന്ന ഗോൾഡ് ഫുള്ള് കറക്റ്റ് ഗോൾഡാണ്. അന്ന് ഒരു വേട്ടയാടാൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ച സാധനങ്ങൾ. ക്രോസ് ബാർസ് ഗോൾഡ് 17th സെഞ്ച്വറികളിൽ. അന്നത്തെ ആർക്കിടെക്ചർ ആട്ടോ. അതിൽ പെയിൻറ്റിങ് ഒക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത്. വുഡനാട്ടോ അത്.
സിൽവർ റിംഗ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ കുഷ്കുൽ കോക്കോ ഡെമാർ ഇൻസ്പിറേഷൻ കോഡൽ മെഡിസിൻസ് ഓഫ് അല്ലാഹ് സോഫീസ് ഹാർട്ട് ഡിവൈൻ നോളേജ് ആൻഡ് ലവ്. എന്താ സംഭവം മനസ്സിലായില്ല, അവിടെ വായിച്ചാൽ മനസ്സിലാവില്ല. അന്നത്തെ ബ്രാസും കോപ്പറും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ. ബ്രാസ് വെസൽ എന്നാണ് ഇതിനൊക്കെ പറയാം. ഇത് എന്തിനാ ഉപയോഗിച്ച വെള്ളം കുടിക്കാനും മാത്രമേ, ട്രാവലേഴ്സ് ഒരു യാത്ര ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി ഇതിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിറയ്ക്കും കുടിക്കും. അങ്ങനെ ഗൈസ് ഞാൻ ആ മ്യൂസിയം കണ്ടിറങ്ങി. ഇനി അടുത്തതായിട്ട് പോകുന്നത് ഇതിൻ്റെ ടൂമ്പാണ്, ഹിമയൂൺസ് ടൂമ്പ്. അപ്പോൾ അതിലേ പോകുന്ന വഴിയാണിത് കാണിക്കുന്നത്. ഇതിങ്ങനെ കണ്ടാൽ ഫുള്ള് ആൾക്കാരുണ്ട്. പിന്നെ ഓരോരോ സ്ഥലത്തായിട്ട് 4 ഭാഗത്തായി കവാടങ്ങളുണ്ട്. ആ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കറങ്ങാം. അപ്പോൾ ഇതിൽ മെയിൻ കവാടമാണ് നേരെ കാണുന്നത്. അങ്ങോട്ട് നടന്നു പോയാൽ അതിൻ്റെ മെയിൻ ഫ്രണ്ട് സ്ഥലത്ത് തന്നെ എത്തും. അപ്പം അതിലേക്കുള്ള വഴിയാണ്. ഇതിങ്ങനെ വാസ്റ്റായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ഗ്രീനറി ആയിട്ട് പച്ചപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കണ്. പിന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ. അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കാണാം. നല്ല രസമാണ് കാണാൻ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് മൊത്തത്തിൽ കണ്ടില്ലേ, ഇതിപ്പോൾ ടൂമ്പിലേക്കുള്ള എൻട്രി ആണ്. ഓരോ കവാടം ഇത് മൊത്തം മതിലുകളാട്ടോ ചുറ്റും ഫുള്ള്. അവിടെയൊക്കെ മതിലാ. പിന്നെ അവിടെ ഒരു ടൂമ്പുണ്ട്. ഇവിടെ നോക്കി ഇങ്ങനെ കാണാം. അതിൻ്റെ ഉള്ളിലോട്ടേ പോയാൽ കേട്ടോ എന്താ സംഭവം എന്ന്. ഇതാണ്ട് അതിൻ്റെ എൻട്രീൻ്റെ ഉള്ളിൽ പുറത്ത് എൻട്രി വരുന്നത്. ഫുള്ള് വലിയ കൊട്ടാരം, ഫുള്ളും പച്ചപ്പ് ഉണ്ടോ. അതറ്റം വരെ പ്ലെയിനായിട്ടുള്ള സ്ഥലം. ഇത് വേറെ ഫോർട്ടിലേക്കുള്ള എൻട്രി ആണെന്ന്. അടുത്ത ഫോട്ടോ അത് അവിടെ ഉണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. ഫുള്ള് ആൾക്കാരാണ്, നിറച്ചും ആൾക്കാരാണ്. വലിയ കവാടട്ടോ. ഇവിടെ ഫുള്ളും ഭടന്മാരൊക്കെ വന്നിട്ട് കാവലക്കണ സ്ഥലങ്ങളാണ്. ഫുള്ള് എൻട്രൻസിൻ്റെ ഇതാണ് ആ ടൂമ്പ്. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാം. അതിൻ്റെ ഉള്ളിലോട്ട് കയറാം, അതിൻ്റെ മുകളിലേക്ക് കയറട്ടോ. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഫുൾ വാസ്റ്റ് ഏരിയ മൊത്തം. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നു. അതാ കവാടം. കവാടം കഴിഞ്ഞ് നേരെ നല്ല പുല്ലൊക്കെ വെട്ടി നല്ല ഷേപ്പാക്കി വെച്ചത്. ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഗാർഡനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ആൾക്കാരാട്ടോ, നല്ല തിരക്കുണ്ട്. സൈഡിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. ഇവിടെ ഫുൾ ആർക്കിടെക്ചറൽ ഡിസൈനായിട്ട് ഇതൊക്കെ ഉള്ളിട്ടുള്ള വാതിലാ. മെയിൻ എൻട്രി അതാ അവിടെ. പിന്നെ അതാ അവിടെ ഒരു മറ്റേ ഓരോ കോട്ടേൻ്റെ അത് കാണാം, അങ്ങോട്ട് കയറാനുള്ള എൻട്രൻസിൻ്റെ അത്. പിന്നെ അത് മൊത്തം ഒരു സ്ഥലം തന്നെ കേട്ടോ, ഫുൾ ഏരിയ. വൈകുന്നേരങ്ങളത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളോട്ട് പോയിട്ട് കാണിച്ചു തരാം. എൻട്രൻസ് ഇങ്ങനെ കേട്ടോ, സ്റ്റെപ്പ് കയറി പോകണം മുകളിലേക്ക്. ഗൈസ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അതാ നല്ല വെയിലാണ്. അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഫുള്ള് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ, വലിയ കവാടം പോലെ ഉണ്ട്.
ആണ് ഒരു ശവക്കല്ലറാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഈ കൊട്ടാരത്തിൻ്റെ. ഓരോ റൂമിലും ഓരോതായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതൊന്നും എഴുതി വെച്ചിട്ടുമില്ല. ഉള്ള അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെടുത്ത സാധനം. അങ്ങനെ സിമിയോൺസ് ടൂമ്പ് കണ്ടു കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ടേക്ക് പോട്ടെ. ഇനി വീട്ടിലോട്ടല്ല, ഇങ്ങോട്ട് നോക്കട്ടെ. പുറത്തോട്ട് ഇറങ്ങി അത് കണ്ടു കഴിഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങി. ഓ ഇവിടെ ഇപ്പോൾ ഒരു ഓട്ടർസിനെ കൊണ്ടുള്ള കളിയാ. അപ്പോൾ കണ്ടാ അറിയാം. അങ്ങനെ ഞാനൊരു ഓട്ടോറിൽ അടുത്ത സ്പോട്ടിലേ പോവാ. അവിടെ ബ്ലോക്ക് വെച്ചാൽ വേറൊരു ബ്ലോക്കാണ്. അപ്പോൾ ഇത് ട്രിപ്പിളൊക്കെ അടിച്ചിട്ട് പോകുന്ന ആൾക്കാരതാ. അപ്പോൾ ഞാൻ തോമ്പ് കഴിച്ചാൽ ഈ അവിടെ നിന്ന് അടുത്ത സ്പോട്ടേ പോവാനാ. എന്താ അറിയില്ല, ഞായറാഴ്ച ആയിട്ടാണല്ലോ. ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് കാണാം.